ആരാധന പാത്രമായിട്ട് നിരവധി ലോകം മുഴുവൻ ഉണ്ടാവും. എനിക്കതിൽ കുറച്ച് കുറയും. കാരണം എന്താ വെച്ചാൽ ഞാൻ ജനങ്ങളുടെ മധ്യത്തിലാണ്. അന്ന് SMS ഒന്നും ഇല്ല. അല്ല, അതെ. അപ്പൊ മേളം കൊട്ടുന്ന വേദികളിൽ തൃപ്പൂണിത്തുറ ആയാലും ഇരിഞ്ഞാലക്കുടി ആയാലും പെരുവനത്തായാലും മേളാസ്വാദകരും മേളത്തെ പ്രണയിക്കുന്നവരും ഉണ്ട്. ഞാനൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളിത് വേറെ ആരും കേൾക്കട്ടെ, നമ്മൾ രണ്ടുപേരും മാത്രം മതി, ആരും കേൾക്കില്ല. താങ്കൾക്ക് താങ്കളുടെ ആരാധകരുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒരു മേളക്കാരെ തിരിച്ചറിയാൻ പറ്റും ഇല്ലേ? താങ്കൾ ഇങ്ങനെ എല്ലാവരുടെയും മിക്കവാറും താങ്കൾ പല മുഖങ്ങളിൽ താങ്കൾ നോക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ താങ്കളെ നിരീക്ഷിച്ചപ്പോൾ താങ്കൾ ഇതിൻ്റെ ഈ പറഞ്ഞ മേളത്തിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു ഔന്നത്യത്തിലേക്ക് പോകുമ്പോൾ പോലും താങ്കളുടെ ആരാധകരിൽ മിന്നിത്തെളിയുന്ന ഭാവങ്ങൾ താങ്കൾ ആവാഹിക്കുന്നുണ്ട്. 27 വർഷമായി നമ്മുടെ ദാമ്പത്യ ജീവിതം. വിവാഹത്തിന് മുമ്പും ഞാനത് നിങ്ങളുടെ ഒരു വലിയ ഫാനായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു, ജീവിതം തുടങ്ങി. നിങ്ങളെനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിൽ നിങ്ങളെന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞാൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുവിധം ഫുൾ ഫ്ലെഡ്ജ്ഡ് ഹൗസ് വൈഫായി. 27 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം കുട്ടേട്ടന് എന്നെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് അറിയാൻ എനിക്ക് അതിയായ ആകാംക്ഷയുണ്ട്. ഇതിപ്പോ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ പോരെ? പറ്റില്ല. എന്താ കാരണം അറിയോ? അവർക്കെന്തോ ഗീത ചേച്ചിയല്ലേ? അതെ, ഗീത ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മാരാർ സാറ് വലിയ ആളാണെങ്കിലും ബ്രിട്ടാസിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ കുറച്ച് സത്യങ്ങൾ പറഞ്ഞേക്കാം. മിടുക്കനാട്ടോ. താങ്ക് യു. അതെ, ചെറിയ പിടിക്കല്ലേ. രണ്ടെണ്ണം എനിക്കൊന്ന് പെരുക്കിയതിന് വേണ്ടിയിട്ട്. എന്താ കാരണം? അല്ല, ഇതിന് ഒന്നും കൂടി പറഞ്ഞോട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞതുകൊണ്ട് സത്യാന്ന് മനസ്സിലായല്ലോ. എന്നോട് ഒരു അവസരത്തിൽ ചോദിച്ചു, സ്വല്പം നോണ ഉണ്ടോ എന്ന് ചോദിച്ചു. കൃത്യമായി മനസ്സിലായോ? ഇല്ലാന്ന്. കാരണം തൃപ്പൂണിത്തുറയിലും ഇരിഞ്ഞാലക്കുടിയും തൃശ്ശൂരും ആരാധകരുണ്ടായിരുന്നു. പക്ഷേ ഒരു ചേഷ്ടകളിൽ നിന്നും അവരിൽ നിന്ന് എനിക്ക് അത്തരം തോന്നിയിട്ടില്ല. ഈ ഒരു കാർഡ് കിട്ടിയപ്പോ ഇതിന്റെ പിന്നാലെ പോവാൻ ഇങ്ങനെ ഒരു കക്ഷി, എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലായി. എവിടെ ഡിഫക്റ്റ് ഉണ്ടോ അത് കറക്റ്റ് ചെയ്യുക. അതൊരു ഹാബിറ്റായി. അത് വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ ചെയ്യുക? അവരുടെ ഡിഫക്റ്റ് ഞാൻ കൃത്യമായി അപ്പപ്പോൾ പറയും, പോയിന്റ് ഔട്ട് ചെയ്യും. അത് ഡിഫക്റ്റ് മാത്രം കേൾക്കാൻ ആർക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഡിഫക്റ്റ് പറഞ്ഞു. നല്ല ഭാഗം 99% ഉണ്ട്. അവർ ചെയ്യുന്നതൊക്കെ നല്ലതാ. 99% കേടുണ്ടെങ്കിൽ അത് ഞാൻ പറയും. സന്തോഷമായിക്കോട്ടെ, ഉണ്ടാക്കണത് മുഴുവൻ എല്ലാം കരിവേപ്പിലേക്ക് കഴിച്ചു എന്ന് പറയുമ്പോൾ അത്രയും പോലും ഭാര്യയെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കില്ല. ഞാൻ അങ്ങനെയല്ല, വിഷമിപ്പിക്കാനല്ല. സ്വഭാവം അങ്ങനെയായി പോയി. അത് എൻ്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട എൻ്റെ സ്വഭാവം അങ്ങനെയായി. കറക്റ്റ്. അതെൻ്റെ സ്വഭാവമായതുകൊണ്ട് അത്യാവശ്യം ഉപ്പിത്തിരി കുറവുണ്ടെന്ന് പറയും ഞാൻ. എന്നാലും കഴിക്കും, അല്ലെങ്കിൽ കൂട്ടി കഴിക്കും. വലിയൊരു റിച്വലിസ്റ്റിക് ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ഒരു ട്രാൻസ് എക്സ്പീരിയൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയൊരു ഒരു കലാകാരനാണല്ലോ കുട്ടേട്ടൻ. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ നമ്മളുടെ ബിനാലയിൽ കുട്ടേട്ടൻ ഒരു 300 പേരെ കൂട്ടിക്കൊണ്ട് നടത്തിയ മേളത്തിൽ അതിൻ്റെ ഒരു റിച്വലിസ്റ്റിക് എക്സ്പീരിയൻസ് അല്ലാതെ അതിനെ വേറൊരു തലത്തിലേക്ക് ഉയർത്തുകയുണ്ടായി. അപ്പോൾ എനിക്ക് അന്ന് എക്സ്പീരിയൻസ് ചെയ്തൊരു ചെറിയൊരു സംഭവം കുട്ടേട്ടനായിട്ട് ഷെയർ ചെയ്യാം. എനിക്ക് തോന്നിയത്, ഈ കുട്ടേട്ടൻ ഒരു 300 പേരുമായിട്ട് ഇങ്ങനെ നിരന്നപ്പോൾ കുട്ടേട്ടൻ്റെ നേതൃത്വത്തിന് എനിക്ക് തോന്നിയത് ഈ NS മാധവൻ്റെ ചെറുകഥയിലെ ഒരു ഹിഗ്ഗിറ്റ, ഒരു പ്രതിരോധത്തിൻ്റെ ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു ഹിഗ്ഗിറ്റ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. ആറാട്ടുപുഴ പൂരത്തിന് മഴ പെയ്യുന്നു. 1432 കൊല്ലത്തെ പാരമ്പര്യം. 1433 പൂരാണ് ഈ ഏപ്രിൽ 1 അല്ലെങ്കിൽ മാർച്ച് 29 പെരുവനത്ത് നടക്കാൻ പോകുന്ന പെരുവനം പൂരം. ഏപ്രിൽ 1 ആറാട്ടുപുഴ. 1433 കൊല്ലത്തെ ചരിത്രമുണ്ട് അതിൽ. ഇങ്ങനെയുള്ള ചരിത്രമുള്ള ഒരു പൂരം, അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ആറാട്ടുപുഴയിലെ പൂരത്തിന്റെ ശാസ്താവിന്റെ മേളം തുടങ്ങി സമയത്ത് മഴ പെയ്യാണ്. ഇത് ആര് പറഞ്ഞു എന്തെന്നുള്ളതല്ല, മാറണം, പൂരം നടക്കണം. ആറാട്ടുപുഴയില് പൂരം മുടങ്ങിയ ചരിത്രമില്ല. ഇനി പുതിയ ചരിത്രം എഴുതരുത്.